Mediatech Malayalamത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യൂട്യൂബിൽ നിന്ന് ഒട്ടുമിക്ക ആൾക്കാരും വ്ലോഗ് വീഡിയോസുകൾ ചെയ്യാൻ താൽപര്യപ്പെടുന്നവരാണ്. കാരണം കൂടുതൽ ആൾക്കാർക്കും ഇന്ന് വ്ലോഗ് വീഡിയോസുകൾ കണ്ടുകൊണ്ടിരിക്കാനൊക്കെ ഭയങ്കര താൽപര്യമാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആൾക്കാരും ഇന്ന് വ്ലോഗ് വീഡിയോസുകളാണ് ചെയ്യുന്നതും. അതിനകത്തിൽ തന്നെ ഒരു 70% മുകളിലുള്ള ആൾക്കാരും മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ടാണ് വീഡിയോസുകൾ ഷൂട്ട് ചെയ്യുന്നത്. മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് വീഡിയോസുകൾ ഷൂട്ട് ചെയ്യുമ്പോൾ പല പോരായ്മകളും നമ്മുടെ വീഡിയോസുകൾ കൊണ്ടുവരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. എന്നാൽ നമ്മുടെ വീഡിയോസുകൾ ബെറ്ററായിട്ട് ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടി സഹായിക്കുന്ന 5 സീക്രട്സ് ആണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മൾ നല്ല രീതിയിൽ വീഡിയോസുകൾ ഷൂട്ട് ചെയ്ത് ആൾക്കാരിലേക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വൈഡ് റേഞ്ച് ഓഡിയൻസ് നമുക്ക് ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ എങ്ങനെ നല്ല രീതിയിലുള്ള ഒരു വ്ലോഗ് വീഡിയോ ഷൂട്ട് ചെയ്യാമെന്ന് ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ ഇതുപോലുള്ള വീഡിയോസുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾ വ്ലോഗ് വീഡിയോസുകളാണ് അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ, എസ്പെഷ്യലി ട്രാവൽ വ്ലോഗുകളൊക്കെയാണ് അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ, ഇന്ന് ഞാൻ പറഞ്ഞുതരാൻ പോകുന്ന ഈ 5 കാര്യങ്ങൾ നിങ്ങളെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയിൽ ബി-റോൾസ് വീഡിയോസുകൾ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. ബി-റോൾ വീഡിയോസുകൾ എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും സർവ്വസാധാരണമായിട്ട് അറിയാവുന്നൊരു കാര്യമായിരിക്കും. നമ്മളിപ്പോൾ ഏത് വീഡിയോസിൽ എടുത്താലും ചിലപ്പോൾ അതിനകത്ത് ബി-റോൾ വീഡിയോസുകൾ കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഒരു ഗാഡ്ജറ്റിൻ്റെ റിവ്യൂ ഒക്കെ ആണെങ്കിൽ ആ ഒരു ഗാഡ്ജറ്റിനെ ഹൈപ്പ് ചെയ്യാൻ വേണ്ടി ബി-റോൾ വീഡിയോസുകളൊക്കെ ആഡ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ട്രാവൽ വ്ലോഗുകളൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ വ്ലോഗ് വീഡിയോസുകൾ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു വീഡിയോയ്ക്ക് അതിലെ ഏറ്റവും കൂടുതൽ ആൾക്കാരെ ഹുക്ക് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഭാഗം നിങ്ങൾ വീഡിയോയുടെ ആദ്യമായിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതിനകത്ത് ബി-റോൾ വീഡിയോ ആയിട്ട് ആഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതായത് എല്ലാ കാര്യങ്ങളും ആഡ് ചെയ്യാതെ ആൾക്കാരെ പിടിച്ചിരുത്തുന്ന ഈ ഒരു ഭാഗം കാണണം എന്ന് ആഗ്രഹിച്ച ആൾക്കാരിരിക്കുന്ന ആ ഒരു പാർട്ട് നമ്മളുടെ വീഡിയോയുടെ ആദ്യം കൊണ്ടുവരാൻ വേണ്ടി ശ്രദ്ധിക്കുക. ബി-റോൾ വീഡിയോസുകൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ എസ്പെഷ്യലി നമ്മൾ ഏതെങ്കിലും ഒരു ഡെസ്റ്റിനേഷൻ പോയിന്റ് ചെല്ലുമ്പോൾ ആ ഒരു ഡെസ്റ്റിനേഷൻ പോയിൻറ്റിൻ്റെ ഏറ്റവും നല്ലൊരു വ്യൂ പോയിൻ്റ് ആൾക്കാരിലേക്ക് നല്ല രീതിയിൽ ഷൂട്ട് ചെയ്തിട്ട് ആ ഒരു മ്യൂസിക്കൊക്കെ കൊടുത്തിട്ട് നമ്മൾ നമ്മുടെ ആ ഒരു വീഡിയോയുടെ ആദ്യമായിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ വീഡിയോയുടെ ഇടയ്ക്കൊക്കെ ബി-റോൾ വീഡിയോസുകളായിട്ടൊക്കെ കൊടുക്കുകയാണെങ്കിൽ കൂടുതലായിട്ടും ആൾക്കാർ നമ്മുടെ വീഡിയോസുകളെ ഇഷ്ടപ്പെടുന്നതായിരിക്കും. ഒരാളെ എത്ര എന്ന് പറഞ്ഞാണ് നമ്മുടെ ഫേസ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ബി-റോൾ വീഡിയോസുകൾ കൂടുതലായിട്ടും ആൾക്കാർ ഇഷ്ടപ്പെടുന്നത്. അതായത് ഞാനിപ്പോൾ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിങ്ങളുടെ അടുത്ത് ഇരിക്കുകയാണെങ്കിൽ കുറച്ച് നേരം നിങ്ങൾ എൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയതിനു ശേഷം നിങ്ങൾക്ക് തന്നെ ബോറടിക്കും. എന്നാൽ ബി-റോൾ വീഡിയോസുകൾ ഈ ഒരു വീഡിയോയ്ക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ കാണുകയാണെങ്കിൽ ആ ഒരു ബി-റോൾ വീഡിയോസിലൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. ആൾക്കാരുടെ എൻഗേജ്മെൻറ്റും ആ ഒരു വീഡിയോയ്ക്കകത്ത് നല്ല രീതിയിൽ കാണും. അതുകൊണ്ട് തന്നെ ബി-റോൾ വീഡിയോസ് നമ്മുടെ വീഡിയോയിലുള്ള എൻഗേജ്മെൻറ്റ് കൂട്ടാനും നമ്മളുടെ വീഡിയോ ഒരു ക്ലാസ് ലെവലിലേക്കൊക്കെ കൊണ്ടുവരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മളൊരു ട്രാവൽ വ്ലോഗ് ചെയ്യുന്നവരാണെങ്കിലും അല്ലെങ്കിൽ സാധാരണ വ്ലോഗ് ചെയ്യുന്നവരാണെങ്കിലും ആൾക്കാരെ ഹുക്ക് ചെയ്യുന്ന തരത്തിലുള്ള ബി-റോൾ വീഡിയോസുകൾ നമ്മുടെ വീഡിയോയിൽ ആഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ വീഡിയോയുടെ സ്റ്റെബിലൈസേഷനാണ്. നമ്മളെല്ലാവരും മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് വീഡിയോസുകൾ ഷൂട്ട് ചെയ്യുമ്പോൾ, നമ്മൾ എസ്പെഷ്യലി നമ്മൾ വ്ലോഗുകൾ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ നടന്നുകൊണ്ടായിരിക്കും വീഡിയോസുകൾ ഷൂട്ട് ചെയ്യുന്നത്. ട്രാവൽ വ്ലോഗുകളൊക്കെ ആകുമ്പോൾ നമ്മൾ നടന്നുകൊണ്ട് ഏതെങ്കിലുമൊക്കെ ഡെസ്റ്റിനേഷൻ പോയിന്റിലോട്ട് കയറി പോകുന്ന വീഡിയോസുകളൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോയ്ക്ക് നല്ല രീതിയിലുള്ള ഷെയ്ക്ക് ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് നമ്മളൊരു മൊബൈൽ ഫോണിലാണ് വീഡിയോസുകൾ ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ. അപ്പോൾ ആ ഒരു ഷെയ്ക്ക് കാരണം ആൾക്കാർക്ക് നല്ല രീതിയിലുള്ള ഒരു ഇറിറ്റേഷൻ നമ്മുടെ വീഡിയോയിൽ ഫീൽ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർ വീഡിയോ സ്കിപ്പൊക്കെ ചെയ്തു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ മാക്സിമം നല്ല രീതിയിലുള്ള സ്റ്റെബിലൈസ്ഡ് വീഡിയോസുകൾ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതിനുവേണ്ടി നമുക്ക് ഒന്നാമതായിട്ട് ചെയ്യാൻ സാധിക്കുന്നത് നല്ല രീതിയിലുള്ള ഒരു ഗിംബൽ, ഒരു 6000-7000 രൂപയ്ക്കൊക്കെ നല്ല ഗിംബൽ, മൊബൈൽ ഫോണിൻ്റെ ഗിംബൽസ് കിട്ടും. വേണമെങ്കിൽ ഗിംബൽസ് വാങ്ങിച്ച് അതിനകത്ത് ഇച്ചിരി ഒരു ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ വീഡിയോ ഷെയ്ക്ക് ഇല്ലാതെ നല്ല സ്റ്റെബിലൈസേഷനോടെ വീഡിയോസുകൾ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അത്രയും എമൗണ്ട് നമ്മുടെ കയ്യിലില്ലെങ്കിൽ ഒരു 1000 രൂപയ്ക്ക് താഴെ ഉള്ളതിലും വെച്ച് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സെൽഫി സ്റ്റിക്ക് വാങ്ങിച്ചുകൊണ്ടും നമ്മുടെ വീഡിയോയുടെ ഷെയ്ക്കിനെ നമുക്കൊന്ന് സ്റ്റെബിലൈസ് ആക്കുവാൻ വേണ്ടി സാധിക്കും. ഇനിയും ഈ 2 കാര്യങ്ങളും നിങ്ങളുടെ കയ്യിലില്ലെങ്കിലും നിങ്ങളുടെ ക്യാമറയ്ക്ക് നല്ല രീതിയിലുള്ള സ്റ്റെബിലൈസേഷൻ ഉണ്ടെങ്കിൽ, എസ്പെഷ്യലി ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ പോക്കോ X3 Pro എന്ന് പറഞ്ഞാൽ ഫോണിൻ്റെ ക്യാമറയ്ക്കാണെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു ഗിംബൽ യൂസ് ചെയ്ത് പോകുന്ന രീതിയിലുള്ളൊരു സ്റ്റെബിലൈസേഷൻ, വീഡിയോ സ്റ്റെബിലൈസേഷൻ കയ്യിൽ ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് വീഡിയോ ഷൂട്ട് ചെയ്താലും കാണുവാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് കൊടുത്ത് ഒരു 20,000 രൂപയ്ക്കുള്ള ഒരു എമൗണ്ടൊക്കെ കൊടുത്ത് നമ്മളൊരു ഫോൺ മേടിക്കുകയാണെങ്കിൽ തന്നെ അത്യാവശ്യം നല്ല ഒരു ഗിംബൽ രീതിയിലുള്ള ഒരു സ്റ്റെബിലൈസേഷൻ ആ ഫോണുകളുടെ ക്യാമറയിൽ നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നിങ്ങളുടെ ഈ 2 സാധനങ്ങളും ഇല്ലെങ്കിലും അത്യാവശ്യം നല്ലൊരു സ്റ്റെബിലൈസേഷൻ ഉള്ളൊരു ക്യാമറയുള്ള ഒരു ഫോണെങ്കിലും ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇതാണ് നിങ്ങൾ രണ്ടാമതായിട്ട് ചെയ്യേണ്ട കാര്യം. മൂന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ വീഡിയോയുടെ ക്വാളിറ്റിയാണ്. നമ്മളൊരു വ്ലോഗ് വീഡിയോസുകൾ ചെയ്യുമ്പോൾ നമ്മുടെ വ്ലോഗിൽ എന്താണ്, പ്രത്യേകിച്ച് ഒരു ട്രാവൽ വ്ലോഗുകളൊക്കെ ചെയ്യുമ്പോൾ ആ ഒരു സ്ഥലത്ത് എന്താണെന്ന് കാണുവാൻ വേണ്ടിയാണ് കൂടുതൽ ആൾക്കാരും വരുന്നത്. അപ്പോൾ നല്ല രീതിയിലുള്ളൊരു വീഡിയോ ക്വാളിറ്റി നമ്മുടെ വീഡിയോയ്ക്ക് ഇല്ലെങ്കിൽ ആൾക്കാർ നമ്മുടെ വീഡിയോ ഇരുന്ന് കാണാനുള്ള ചാൻസ് വളരെ കുറവാണ്. അങ്ങനെ പറഞ്ഞതുകൊണ്ട് നിങ്ങൾ വിചാരിക്കരുത് 4K ക്യാമറ എടുത്ത് വീഡിയോ ഷൂട്ട് ചെയ്യാനാണ് പറഞ്ഞതെന്ന്. നമ്മുടെ കയ്യിലുള്ള ഫോണിൻ്റെ ക്യാമറ മാക്സിമം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം ചില ഫോണിൻ്റെ ക്യാമറ ആപ്ലിക്കേഷനിനെക്കാട്ടിലും കൂടുതലും ക്യാമറ ക്വാളിറ്റി ചിലപ്പോൾ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ തരുന്നതായിരിക്കും. അതിന്
ഏറ്റവും ബെസ്റ്റ് ഒരു എക്സാമ്പിളാണ് ഓപ്പൺ ക്യാമറ പോലുള്ള ആപ്ലിക്കേഷൻസ്. അപ്പോൾ ഇതുപോലുള്ള ഓപ്പൺ ക്യാമറ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് നിങ്ങളൊന്ന് വീഡിയോ ഷൂട്ട് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് വീഡിയോ ഷൂട്ട് ചെയ്ത് വെക്കുക. അതിനകത്ത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ക്യാമറ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് വീഡിയോ ഷൂട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ക്യാമറയിൽ എന്തെങ്കിലും ഡസ്റ്റ് ഉണ്ടെങ്കിൽ അത് തുടച്ച് കളഞ്ഞിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എക്സ്പോഷർ ലോക്ക് ചെയ്ത് വെക്കുക. എക്സ്പോഷർ ലോക്ക് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ വീഡിയോ ഇങ്ങനെ ബ്ലിങ്ക് ആയിക്കൊണ്ടിരിക്കും. ലൈറ്റ് കൂടുന്നതിനനുസരിച്ചിട്ട് ചിലപ്പോൾ ആ ഒരു എക്സ്പോഷർ കൂടും, എക്സ്പോഷർ കുറയും. അതുകൊണ്ട് തന്നെ എക്സ്പോഷർ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുക. ഇതാണ് നമ്മൾ മെയിനായിട്ടും വീഡിയോ ക്വാളിറ്റിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. അല്ലാതെ നമ്മൾ വലിയ ക്യാമറ DSLR ഒന്നും യൂസ് ചെയ്തിട്ട് ചെയ്യണമെന്നല്ല പറഞ്ഞത്. നമ്മുടെ കയ്യിലുള്ള ഫോണിലെ മാക്സിമം നല്ല രീതിയിൽ വീഡിയോസുകൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി നാലാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ വീഡിയോയുടെ ഓഡിയോ ക്വാളിറ്റിയാണ്. വീഡിയോ ക്വാളിറ്റി ഇച്ചിരി കുറവാണെങ്കിലും ആൾക്കാരിരുന്ന് കാണും. പക്ഷേ ഓഡിയോ ക്വാളിറ്റി ഇല്ലെങ്കിൽ ആൾക്കാരെ തീരെ ഇരുന്ന് കാണുന്നില്ല. ഒരു 10% പോലും ആൾക്കാർ നിങ്ങളുടെ വീഡിയോ ഇരുന്ന് കാണാനുള്ള ചാൻസ് വളരെ കുറവാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരെ എന്തെങ്കിലും വീഡിയോ കാണുന്ന സമയത്ത് അതിനുള്ള നല്ല രീതിയിലുള്ള ഓഡിയോ ക്വാളിറ്റി ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് കൂടുതലായിട്ട് കേൾക്കുകയാണെങ്കിൽ ആൾക്കാർക്ക് അത് ഇറിറ്റേഷനായിട്ട് തോന്നും. അവർ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് വീഡിയോ ക്വാളിറ്റി ഇച്ചിരി കുറഞ്ഞാലും ഇച്ചിരി ഓഡിയോ ക്വാളിറ്റി ഇച്ചിരി ബെസ്റ്റായിട്ട് നിൽക്കുകയാണെങ്കിൽ ആൾക്കാർ നമ്മുടെ വീഡിയോ ഇരുന്ന് കാണാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പം വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഓവറായിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ എസ്പെഷ്യലി നമ്മളിപ്പോൾ അറിയാമല്ലോ, നമ്മളിപ്പോൾ പുറത്ത് വീഡിയോസിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ചെവിയുടെ സൗണ്ട്, അതല്ലെങ്കിൽ ഇതുപോലുള്ള വാഹനങ്ങൾ ഇഷ്ടം പോലെ പോകുമ്പോൾ അതിൻ്റെ സൗണ്ട്, അങ്ങനെയുള്ള സൗണ്ടുകളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനകത്തിൽ നിന്നൊക്കെ മാറി നിന്നിട്ട് സംസാരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതല്ലെങ്കിൽ ഒരു ഷോർട്ട് ഗൺ മൈക്കും, ബോയയുടെ ഒരു ഷോർട്ട് ഗൺ മൈക്കെങ്കിലും വാങ്ങിച്ചിട്ട് നിങ്ങൾ വീഡിയോസുകൾ ഷൂട്ട് ചെയ്യുമ്പോൾ അതിനകത്തിൽ ആ ഒരു മൈക്ക് ഉപയോഗിച്ചിട്ട് ഓഡിയോ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ നല്ല രീതിയിലുള്ള നോയ്സ് ക്യാൻസലേഷനും കിട്ടും. നിങ്ങൾക്ക് നല്ല രീതിയിൽ വീഡിയോസുകൾ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഓഡിയോ ക്വാളിറ്റിയിൽ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ നോക്കിയാൽ അത് ക്ലിക്കായിട്ടുള്ള കൂടുതൽ ട്രാവൽ വ്ളോഗുകളും അല്ലെങ്കിൽ ക്ലിക്കായിട്ടുള്ള വ്ളോഗുകളെല്ലാം തന്നെ ഓഡിയോ ക്വാളിറ്റിയിൽ ബെസ്റ്റ് എന്ന് പറയാം. അവർ ഫോൺ ഉപയോഗിച്ചിട്ട് വീഡിയോസുകൾ ഷൂട്ട് ചെയ്യുന്നവരാണെങ്കിലും ഓഡിയോ ക്വാളിറ്റി അവർ മാക്സിമം നല്ല രീതിയിൽ കൊടുക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മളൊരു വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് മാക്സിമം നല്ല രീതിയിലുള്ള ഓഡിയോ ക്വാളിറ്റിയുടെ ഒരു വീഡിയോയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇതാണ് നമ്മൾ നാലാമതായിട്ട് ചെയ്യേണ്ടത്. ഇനിയും അഞ്ചാമതായിട്ട് ചെയ്യേണ്ട കാര്യം, നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നിരവധിയായിട്ടുള്ള ഷോട്ടുകൾ നമ്മുടെ വീഡിയോയ്ക്കകത്ത് കാണും. അതായത് ഒത്തിരി കാര്യങ്ങൾ കാണും. ഇപ്പോൾ ഒരു ട്രാവൽ ചെയ്യുന്ന സമയത്താണെങ്കിലും നമ്മൾ ബസ്സിൽ കയറുന്നത് അല്ലെങ്കിൽ നമ്മൾ ബൈക്കിൽ പോകുന്ന റൈഡ് ചെയ്യുന്ന ടൈമുകളിൽ ഇഷ്ടംപോലെ കാഴ്ചകളാണ്. എന്നാൽ ഈ കാഴ്ചകളെല്ലാം കൂടെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആൾക്കാർക്ക് പരമ ബോറായിട്ട് തോന്നുന്നതാണ്. അതുകൊണ്ട് തന്നെ ആൾക്കാരെ കൂടുതലായിട്ട് ഹുക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ആൾക്കാരെ കൂടുതലായിട്ട് എൻഗേജ് ചെയ്യിപ്പിക്കുന്ന കണ്ടൻറ്റുകൾ മാത്രം, അല്ലെങ്കിൽ ആ ഒരു വീഡിയോ ഷോർട്സ് മാത്രം നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. അതല്ലാതെ നമ്മളിപ്പോൾ പോകുന്ന സമയത്ത് നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോ അല്ലെങ്കിൽ ഓരോ മണി എടുത്ത് കഴിക്കുന്ന അങ്ങനെയുള്ള വീഡിയോസുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാരും അത് ഇൻട്രസ്റ്റഡ് അല്ല. അതുകൊണ്ട് തന്നെ ആൾക്കാരിലേക്ക് കൂടുതൽ നമ്മൾ എന്താണോ ആ ഒരു വീഡിയോയിലൂടെ കാണിക്കാൻ ആഗ്രഹിച്ചത് ആ കാര്യങ്ങളെ കുറിച്ചിട്ട് കാണിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് നമ്മുടെ തംബ്നെയിലിൽ എന്താണോ കൊടുത്തിട്ടുള്ളത് ആ കാര്യങ്ങളെ ബേസ് ചെയ്തിട്ട് വീഡിയോസുകൾ കാണിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇതാണ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. അതല്ലാതെ എല്ലാ ഷോട്ടുകളും നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആൾക്കാർക്ക് അത് ബോറിംഗ് ആയിട്ട് തോന്നുകയും നമ്മുടെ വീഡിയോയ്ക്ക് എൻഗേജ്മെൻറ്റ് കുറയുകയും അതിനുശേഷം ആൾക്കാർ നമ്മുടെ വീഡിയോയിലേക്ക് വരാതൊക്കെ ആയിരിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ 5 കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ വ്ളോഗുകൾ ചെയ്യുകയാണെങ്കിൽ, ട്രാവൽ വ്ളോഗുകൾ ചെയ്യുകയാണെങ്കിലൊക്കെ തന്നെ നല്ല രീതിയിൽ നിങ്ങളുടെ വീഡിയോസൊക്കെ റീച്ച് ഉണ്ടാക്കുവാൻ വേണ്ടി സാധിക്കുന്നതാണ്. അതുവഴി നല്ല വൈഡ് റേഞ്ച് ആയിട്ടുള്ള ഓഡിയൻസ് നിങ്ങളുടെ ചാനലിലേക്ക് കൊണ്ടുവരാനും സബ്സ്ക്രൈബേഴ്സിനെ കൊണ്ടുവരാനും ഒക്കെ തന്നെ സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും എല്ലാം താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാത്തവർക്ക് വേണ്ടി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് എടുത്തിട്ടുണ്ട്, കയറി ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഇതുപോലുള്ള വീഡിയോസുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ സൈനിങ് ഓഫ് സിജിൻ ദേവസ്യ.